നെന്മാറ ഇരട്ട കൊലപാതക കേസിലെ പ്രതി ചെന്താമരയുടെ സഹോദരൻ കസ്റ്റഡിയിൽ. സഹോദരൻ രാധാകൃഷ്ണനെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, ചെന്താമരയ്ക്കായുള്ള തെരച്ചിൽ ഇപ്പോൾ അവിടെ എങ്ങനെ നടക്കുന്നു? ഈ സഹോദരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഏത് സാഹചര്യത്തിലാണ്? ലക്ഷ്മി, ചെന്താമരയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ 4 സംഘങ്ങളായി നടക്കുകയാണ്. നെന്മാറയിലും പോത്തുണ്ടി പരിസരങ്ങളിലുമെല്ലാം പോലീസ് തെരച്ചിൽ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലേക്കും ഒരു സംഘം ചെന്താമരയെ തെരയുന്നതിന് വേണ്ടി പോയിട്ടുണ്ട്. ഇപ്പോൾ ചെന്താമരയുടെ സഹോദരൻ രാധാകൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചെന്താമര പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ചെന്താമരയും സഹോദരനും നല്ല അടുപ്പത്തിലാണ് എന്നുള്ളത് തന്നെയാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ചെന്താമരയെ ജാമ്യത്തിൽ ചെന്താമരയ്ക്ക് ഈ 2019 കൊലക്കേസിന് ശേഷം 2022 ചെന്താമര വിചാരണ പൂർത്തിയാക്കുന്നതിനെ തുടർന്ന് ജാമ്യത്തിൽ ഇറങ്ങുന്നത്. പിന്നീട് അന്ന് ജാമ്യവ്യവസ്ഥയിൽ നെന്മാറ സ്റ്റേഷൻ പരിധിയിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഈ ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നൽകുന്നതിന് വേണ്ടി ചെന്താമരയ്ക്ക് വേണ്ടി ഇടപെട്ടത് സഹോദരനായ രാധാകൃഷ്ണനാണ്. രാധാകൃഷ്ണൻ ഇടപെട്ടതിനെ തുടർന്ന് നെന്മാറ പഞ്ചായത്ത്, അതായത് നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധി എന്നുള്ളത് മാറ്റി നെന്മാറ പഞ്ചായത്തിൽ കടക്കരുത് എന്നുള്ള വ്യവസ്ഥ വന്നു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഈ സംഭവം നടക്കുന്നത് നെന്മാറ പഞ്ചായത്തിൽ തന്നെയാണ്. അപ്പോൾ ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്നതുകൂടി പോലീസ് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ചെന്താമരയുടെ സഹോദരൻ രാധാകൃഷ്ണനെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ചെന്താമരയുടെ പോകാനുള്ള സ്ഥലങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് ഈ ചോദ്യം ചെയ്യൽ. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് പാലക്കാട് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.